പൂജ, ഇതാണ് പാക്കം സ്വദേശിയായ പോളിന്റെ വീട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിൽ രോഷാകുലരായുള്ള നാട്ടുകാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഒരാഴ്ചക്ക് ഇത് ഈ വയനാട്ടിൽ ഈ ഒരു മേഖലയിൽ രണ്ടാമത്തെ മരണമാണ്. ഇവിടെ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമാണ് പടമല. അവിടെയായിരുന്നു അജീഷിന് ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് സമീപത്തായി തന്നെ ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ നാട്ടുകാർ അവരുടെ ഭീതിയും ആശങ്കയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അതിന് തുടർക്കഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ വനംവകുപ്പിനെതിരെയൊക്കെ നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു. അവരുടെ ഒരു ആശങ്ക ഇപ്പോൾ പ്രകടമാകുന്നുണ്ട്. ഈ പോളിന്റെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ്? അതായത് ഇവര് തീരെ ചെറിയ കുടുംബമാണ്. ഒന്നാമത് ഒരു ഏക മകളാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ്. വനംവകുപ്പ് ജീവനക്കാരനാണ്. വനംവകുപ്പിന്റെ അശാസ്ത്രീയമായ ഒരു രീതിയാണ് ഈ കൊലയ്ക്ക് കാരണം. അതായത് കുറുവാദ്വീപ് അടച്ചിട്ടിരിക്കുകയാണ്. കുറുവാദ്വീപ് അടച്ചിടുമ്പോൾ വരുന്ന ടൂറിസവുമായി ഇവിടെ പിന്നെ എന്ന് പറയുന്നതിന് വേണ്ടി കാടിന്റെ അകത്ത് ഇവരെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കാണ്. കൊടും കാടിന്റെ അകത്താണ് ഈ ജീവനക്കാർ ഡ്യൂട്ടി ചെയ്യുന്നത്. അവർക്ക് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ല. അത് അശാസ്ത്രീയമായ രീതിയിലാണ് വനംവകുപ്പ് കൈകാര്യം ചെയ്തത്. അതിന്റെ ഇരയാണ് ഇപ്പോൾ മരിച്ചപ്പോൾ. വയനാട്ടിൽ ഈ വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. 2 ജീവനക്കാർ മാത്രം അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളൂ. പെട്ടെന്ന് ആളൊഴിഞ്ഞ ആ ഒരു മേഖലയിലല്ലേ? ഉൾക്കാട്ടിലേക്കാണ്, വേറെ ആളും ആരുമില്ല. അങ്ങോട്ട് പ്രവേശനം വിലക്കിയിരിക്കുകയാണ്. ആ സമയത്ത് ഉൾക്കാടിന്റെ അകത്ത് ഈ ജീവനക്കാർ മാത്രമേ ഉള്ളൂ. ഒന്നാമത് കാടിന്റെ അകത്ത് തീറ്റയും ഭക്ഷണവും ഇല്ലാതെ വന്യജീവികൾ, ആന അടക്കമുള്ള പരക്കം പായുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെ വേറൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. ബദൽ മാർഗമായിട്ട് കുറച്ചുകൂടെ അകലെ നിന്ന് ഒരു ഈ ഒരു നഗരത്തിന്റെ ഒക്കെ പ്രധാന കവാടത്തിന് അവിടെ നിന്ന് ഈ നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? അല്ല, പ്രധാന കവാടത്തിൽ നിന്ന് തിരിച്ചയക്കാം, വേണമെങ്കിൽ ഈ മെയിൻ റോഡിൽ നിന്ന് തിരിച്ചയക്കാം. അതിന് പകരം ഉൾക്കാട്ടിലൊക്കെ ജീവനക്കാരെ തലങ്ങും വിലങ്ങും ഡ്യൂട്ടിക്കിട്ടേക്കാണ്. അത് ഒരു പ്രധാനപ്പെട്ട പോരായ്മയാണ്. അത് വനവകുപ്പിന്റെ ഗുരുതരമായ തെറ്റാണ്. ഇതിന്റെ ഇരയാണ് യഥാർത്ഥത്തിൽ പോള്. ഈ വിവരമൊക്കെ നേരത്തെ വനംവകുപ്പ് അപ്പുറത്ത് വനംവകുപ്പ് ഇതിന് യഥാർത്ഥ കുറ്റക്കാർ വനംവകുപ്പാണ്. വനംവകുപ്പ് ഒരിക്കലും കാടിന്റെ നടുക്കിന് താൽക്കാലിക ജീവനക്കാരായ ഇവരെ ഒരിക്കലും ഡ്യൂട്ടിക്ക് ഇടാൻ പാടില്ല. കാട് സംരക്ഷിക്കാനുള്ള ഫോറസ്റ്റുകാര് ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ച് പാവം പിടിച്ച് ജീവനക്കാരെ ഇതിലേക്ക് ബലിയാടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് ശരിക്കും ചെറിയൊരു സാങ്കേതിക വിഷയമുണ്ട് അവിടെ. മരിച്ച വാച്ചർ പോൾ VPയുടെ വീട്ടിൽ നിന്നായിരുന്നു അരുൺ അമർനാഥ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം കൂടിയാണ് നമ്മളിപ്പോൾ കേട്ടത്. സ്വാഭാവികമായിട്ടും അത്രത്തോളം ഒരു രോഷം ആ ജനങ്ങൾക്കുമുണ്ട്. കാരണം ഈ രീതിയിലുള്ള വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നൊരു സാഹചര്യമുണ്ട്. യാതൊരു തരത്തിലും ഒരു പരിഹാരമുണ്ടാക്കാൻ ഒരു വിധത്തിലും സാധിക്കുന്നില്ല. അതിനിടയിൽ കൂടിയാണ് മറ്റൊരു മരണം കൂടി വന്നത്. അതിൽ നിന്നും ആ ആൾ പറയുന്നുണ്ടായിരുന്നു, പോളിന്റെ വീട്ടിൽ ഭാര്യയും ഒരു മകളുമുണ്ട്. മകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. പ്രതികരണത്തിലേക്ക്. രാവിലെ ഡ്യൂട്ടിക്ക് പോയതാണ്. അയാളുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലിക്ക് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ വന്ന് ആന ഓടിച്ചിട്ട് ചവിട്ടി വാരിയല്ലി ചവിട്ടി ഓടിച്ച് അങ്ങനെ. അരുൺ, കേൾക്കാമെങ്കിൽ പോളിന്റെ വീട്ടിൽ ഭാര്യയും ഒരു മകളുമാണല്ലേ ഉള്ളത്? മറ്റു ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്താണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്? ഇപ്പോൾ കേട്ടതുപോലെ തന്നെ ആ സങ്കടത്തിനോടൊപ്പം വലിയൊരു രോഷവും ആ ജനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടല്ലേ? അതെ, നേരത്തെ നമ്മൾ പടമലയിൽ കണ്ട പോലെ വലിയ രീതിയിൽ ആളുകളുടെ ഒരു രോഷം വനംവകുപ്പിന് നേരെ ഉയരുന്നുണ്ട്. വനംവകുപ്പിന്റെ ഒരു അനാസ്ഥയാണ് ഇത്തരം ഒരു മരണത്തിന്, പോളിന്റെ മരണത്തിന് ഇടയാക്കിയത് എന്നുള്ളത് ആവർത്തിക്കുകയാണ് നാട്ടുകാർ. ഈ പോളിന്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭാര്യയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുമാണുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പോളിന്റെ വീടൊക്കെ നമ്മൾ കണ്ടു. പോളിന്റെ വീടിന്റെ ദൃശ്യങ്ങളാണ്, പാക്കം സ്വദേശിയായ പോളിന്റെ വീടിന്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. അത്തരത്തിൽ നാട്ടുകാരുടെ ഒരു വലിയ രോഷപ്രകടനം തന്നെ കാണുന്നുണ്ട്. നേരത്തെ പടമലയിലെ അജീഷിന്റെ മരണത്തിന് പിന്നാലെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ മാനന്തവാടി ടൗണിലും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന് തുടർക്കഥയായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത്. വനംവകുപ്പിന്റെ ഒരു അനാസ്ഥ എന്നൊരു വനംവകുപ്പിന്റെ 100% വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണം. ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്ന് തൊട്ടപ്പുറം ഒരു 5 കിലോമീറ്റർ അപ്പുറമാണ് ഞങ്ങളുടെ ഒരു ഏട്ടനെയാണ് ഇവിടെ ആന ചവിട്ടിക്കൊന്നത്. ഇത്ര ദിവസമായി ഈ ആനേനെ വെടിവെച്ചിട്ട് ഒന്ന് മയക്കുവെടി വെക്കാൻ പോലും ഈ ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇവരെ അനാസ്ഥയല്ലേ? ഇവരൊരു കാര്യം ചെയ്യ്, ജനങ്ങളെ പാക്കത്തെ ജനങ്ങളുണ്ട്, ഞങ്ങളെ ഏൽപ്പിക്കുക. 24 അവേഴ്സിനുള്ളിൽ ഞങ്ങൾ അതിനെ വെടിവെച്ച് താഴെയിടാം, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് ഞങ്ങൾ താഴെയിടാം. ഞങ്ങൾക്കറിയാം, ലൈസൻസ് ഉള്ള തോക്ക് ഞങ്ങളുടെ അടുത്തുണ്ട്. ഇവിടെ നഷ്ടപ്പെടുന്നത്
ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മാത്രമാണ്. ഇവിടെ ഒരു ആന ഇറങ്ങിയാൽ, ഒരു ആന ഇറങ്ങിയാൽ, ഇത് തൊട്ടപ്പുറം ഒരു 500 മീറ്റർ ആന ഇറങ്ങിയാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോൺ വിളിച്ചാൽ അവരെടുക്കൂല. 100 വട്ടം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു പ്രാവശ്യം വരും. വന്നു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്ന അറിയോ? വാച്ചർമാരെ ഏൽപ്പിച്ചിട്ട് ആ ഫോറസ്റ്റിന്റെ അവിടെ ആന ഇറങ്ങിയിട്ട് ഒന്ന് പോയി നോക്കാൻ. എന്താ അവരുടെ കയ്യിൽ ഒരു ടോർച്ചില്ല. ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ടോർച്ചെങ്കിലും കൈ കൊടുക്കണ്ട രാത്രി ഒറ്റയ്ക്ക് പോകുന്ന ഒരു ആനേനെ നോക്കാൻ. അല്ലെങ്കിൽ ഒരു പടക്കം വേണമെങ്കിൽ ഇവർ ഈ വാച്ചർമാർ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് വേണം പടക്കം വാങ്ങി പൊട്ടിക്കണം. ഇതാണ് അവസ്ഥ. ഇന്ന് ഞാൻ റേഞ്ച് ഓഫീസറെ വിളിച്ചു, DFOനെ ഞാൻ വിളിച്ചു. അപ്പൊ റേഞ്ചർ ഓഫീസറോട് വിളിച്ചപ്പോ പുള്ളി എന്താ പറഞ്ഞത്? ഞങ്ങൾ വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിലോട്ട് വിട്ടിട്ടുണ്ട്. എത്ര നിസ്സാരമായിട്ടാ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോ റേഞ്ച് ഓഫീസർ പറയാണ്. ഞാൻ ചോദിച്ചു, ഇതങ്ങനെയാണോ? ഒരു മനുഷ്യജീവൻ കടന്നിട്ട് ഇത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്? ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനാസ്ഥയാണ്. ഈ ആന ഒരാഴ്ചയായി കൂടുതലായി ഇവിടെ ചുറ്റിക്കറങ്ങുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റിന് അറിയില്ലേ? ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അറിയില്ലേ? ഇവിടുത്തെ റേഞ്ച് ഓഫീസറിന് അറിയില്ലേ? ഇവിടെ DFOയ്ക്ക് അറിയില്ലേ ഈ ആന ഇവിടെ ഈ പ്രശ്നക്കാരാനയാന്ന്? ഇവിടെ അറിയില്ലേ? എന്നിട്ട് ഒരു വടി പോലും കുറുവടി പോലും ഇല്ലാത്ത ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. കുറുവാദ്വീപിലോട്ട് വരുന്നവരെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കൈയും വീശി വരികയാണ്. ഈ ആന ഇവിടെയുള്ളവരെ അറിയില്ലേ? എന്നാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൂടെ ചെന്നിട്ട് ആ ആനയെ ഓടിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കട്ടെ. ഇവരുടെ അനാസ്ഥ മാത്രമാണ് ഈ മരണത്തിന് കാരണം. ഒരു കാരണവശാലും ഞങ്ങൾ ജനകീയ സമരമാണിത്. ഇത് ഒരു എല്ലാ പാർട്ടിക്കാരെയും കൂട്ടി ഒരു ജനകീയ സമരമാണ്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ബോഡി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബോഡി അടക്കൂല. ഇവർക്ക് നിയമപരമായി ഇവർക്ക് കിട്ടുന്ന അനുകൂലം എല്ലാം ഞങ്ങൾ ഗവൺമെന്റ് അടുത്തുനിന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് അടുത്തുനിന്ന് വാങ്ങിക്കൊടുക്കും. ബോഡി ഞങ്ങൾ റോട്ടിൽ വെക്കും. ഇതിന് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതിന് ഈ കുട്ടി ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആകെ ആരുമില്ല. അവർക്ക് അവന്റെ ഒരു ഭാര്യയുണ്ട്, സുഖമില്ലാത്ത ഒരു വൈഫുണ്ട്. ഒരു മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ വേണ്ട അനുകൂലങ്ങൾ ഗവൺമെന്റ് അടുത്ത് നിന്നെല്ലാം വാങ്ങിക്കൊടുക്കും. എല്ലാം എഗ്രിമെന്റ് എല്ലാം ചെയ്ത് മാത്രമേ ഞങ്ങൾ ഈ ബോഡി എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ 4 ദിവസമല്ല ഞങ്ങൾ ഇവിടെ കിടക്കും. ഞങ്ങൾ നാട്ടുകാർ മുഴുവനും ഇവിടെ കിടക്കും. ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി, സമാധാനപരമായിട്ട് പ്രകടനം നടത്തി. ഞങ്ങളിവിടെ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരൊക്കെ വന്നു. ഞങ്ങൾ പറഞ്ഞു പോളിന്റെ എന്താ അവസ്ഥ അറിഞ്ഞിട്ട് വേണം ഞങ്ങൾ അടുത്ത നിയമ നടപടിക്ക് പോവാൻ. അതുകൊണ്ട് ഞങ്ങളെല്ലാം അടങ്ങി. ഇന്ന് രാത്രി ഞങ്ങൾ ഒരു പ്രകടനം നടത്തും. നാളെ ബോഡി വരും. ഇന്ന് വരാൻ സാധ്യമില്ല എന്ന് കേട്ടത്. നാളെ ബോഡി വന്നു കഴിഞ്ഞാൽ, ബോഡി വന്നല്ലെങ്കിൽ ടൗണിൽ ഹൃദയഭാഗത്ത് ഞങ്ങൾ വെക്കും, അടക്കൂല. ഇതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോവില്ല, ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇതിന് വേണ്ട ഇവർക്ക് വേണ്ട അനുകൂലങ്ങളും എല്ലാം കൊടുത്തു. അല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. നിങ്ങൾ എന്താ പറയുന്ന? പേടിയാ. രാത്രിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിയാ. ഒരു പട്ടി വരച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാ. ഞങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ നാളെ കാണുന്നത് നിങ്ങൾക്ക് സംശയ. അത്രയും വേദനയോടെ പറയുന്നേ. പേടിയാണ്. ആദ്യമൊക്കെ ആനേനെ പേടിച്ചാൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്യും, ആനേനെ വെടിവെച്ചിടാൻ ഞങ്ങൾക്കറിയാം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആ പണി അറിയില്ല. ഇപ്പൊ എത്രയായി ഒരാളെ ആന കൊന്നിട്ട്? ഒരു മനുഷ്യനെ കൊന്നിട്ട് എത്ര ദിവസമായി? 10 ദിവസത്തിൽ കൂടെയായി. അതിനെ മയക്കുവെടി വെക്കാൻ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആനനെ കിട്ടിയില്ലാന്ന്. ഞാൻ ഒന്ന് ചുണയായിട്ട് പറയട്ടെ, ഞങ്ങൾ പാക്കങ്കാർക്ക് പറ, ഒറ്റ 24 മണിക്കൂർ മതി. 24 മണിക്കൂർ ഞങ്ങൾ ആനനെ ഏത് സ്പോട്ടിലാന്ന് വെച്ചാൽ ഞങ്ങൾ അതിനെ മയക്കുവെടി വെച്ച് ഇടാൻ ഞങ്ങളുണ്ട്. ഞങ്ങളെ പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് ലൈസൻസ് ഉള്ള തോക്കുണ്ട്. ഇവിടെ എന്താ ഫോറസ്റ്റിലോട്ട് കയറ്റൂല. ഒരു വാക്ക് തിരുത്ത് ഫോറസ്റ്റിലോട്ട് കയറ്റൂല. ഒരു വിറക് വെട്ടി കഴിഞ്ഞാൽ ഇവർ വെട്ടില്ല. നിങ്ങൾക്കറിയോ, ഇവിടെ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് ഒരു ചന്ദനം മോഷണം പോയി. ഒരു ചന്ദന തയ്യെ മോഷണം പോയിട്ട് 24 അവേഴ്സ് സെക്യൂരിറ്റിയാണ് ഫോറസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അവിടെ 24 അവേഴ്സ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എല്ലാം വന്നിട്ട് അവിടെ പെറ്റ് കിടക്കുക. ഏത് ഒരു ചന്ദന തൈ പോയേന് മനുഷ്യൻ ആ വില പോലും കൊടുക്കുന്നില്ല. ഇവരെന്താ ഇവർ കാണിക്കുന്ന? നീതിയൊക്കെ നിങ്ങൾ കാട്ടിലെടുത്താൽ മതി. ജനങ്ങളെ അടഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഞാൻ പറയാണ്, ഇത് ഞങ്ങൾ പിന്മാറില്ല. ഇത് ജനകീയ സമരമാണ്. ഇതിൽ രാഷ്ട്രീയഭേദമന്യേ ജനകീയ സമരമാണ്. ഞങ്ങൾ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും ബോഡി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരും കൂടിയിട്ട്, ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും കൂടിയിട്ട് ഇവിടെ നാട്ടുകാരുണ്ട്. ഞങ്ങൾ എന്തായാലും ഒരു നിയമപരമായിട്ട് ഞങ്ങൾ എന്തായാലും റോഡിൽ വെച്ചിട്ട് റോഡിൽ വെച്ചിട്ട് ഞങ്ങൾ സമരം ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ പറയാം. ഒരാഴ്ചക്കിടെ തന്നെ ഇത് 2ാം മരണം. അപ്പൊ വനംവകുപ്പിന്റെ ഒരു പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഒരു വിശദീകരണവും തൃപ്തികരമാവാത്ത ഒരു സാഹചര്യമാണ്. വനംവകുപ്പിന്റെ കാര്യം പറയല്ല സാറേ. ഇവരെന്താ കാണിക്കുന്നേ? നിങ്ങൾ ആ വൈകുന്നേരം കള്ളും കുടിച്ച് കൂത്താടി അവിടെ ഇരിക്കല ഇവരുടെ പണി. ഇവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇവർ ജോലി ചെയ്യുന്ന ആരെ വിടുന്നത്? ദിവസവേതനത്തിനുള്ള വാച്ചർമാരെ വിടുന്നത്.
ഫോറസ്റ്റ് നോക്കാൻ. ഇവിടെ ആന ഇറങ്ങുന്നുണ്ട്, ഇവിടെ പുലി ഇറങ്ങുന്നുണ്ട്, വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടെ കുത്തിയിരിക്കും. ദിവസവേതനത്തിനുള്ള ഇവിടെ ആദിവാസികളായ ട്രൈബലായ കുറച്ച് പിള്ളേരെ ഇവിടെ കാട്ടിലെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. ആ പിള്ളേരെയാണ് വിടുന്നത്. ആ പിള്ളേരെ വിടുന്ന എന്താ? നമ്മൾ നാട്ടുകാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാർ വരും. അവരാ വണ്ടി കയറിയിരിക്കും. വണ്ടി കയറി ഇരുന്നിട്ട് വാച്ചറിനോട് പറയാണ് ആ കാട്ടിലെ ആനേനെ ഒന്ന് കയറ്റിവിടാൻ. നിങ്ങളൊന്ന് കേൾക്ക്, കാട്ടിലുള്ള ആനയെ ഒന്ന് കയറ്റിവിടാൻ. ഇവന്റെ കയ്യിൽ ഒരു ടോർച്ച് ഇല്ല. ടോർച്ച് ഇവൻ കാശ് മുടക്കി ഇവൻ ടോർച്ച് വാങ്ങണം. ഒരു പടക്കം വാങ്ങിയിട്ട് ഇവൻ ആനേനെ എറിഞ്ഞു പൊട്ടിച്ച് പേടിപ്പിക്കണമെങ്കിൽ ഇവൻ കാശ് മുടക്കിയിട്ട് പടക്കം വാങ്ങണം. ഇതാണ് അവസ്ഥ. ഇവർ ഈ വണ്ടിയിൽ ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കും. അവൻ ആന ഓടിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ പോയ വാച്ചർ ജീവനോടെ ഉണ്ടോ, തിരിച്ചു വരുവോ? ആ അവന്റെ ഭാഗ്യത്തിനാ. ഇവിടെ മുമ്പിൽ വന്നിട്ട് കൊമ്പം വന്ന് നിന്നു. അന്ന് ആ 2 മിനിറ്റ് താമസിച്ച ആന എന്നെ ചവിട്ടി കൊന്നേനെ. ഇത് വയനാട്ടുകാരുടെ മൊത്തം പ്രശ്നമാണ്. ഇതിപ്പോ ഞാൻ ഒന്നാ പറയുള്ളൂ, നിങ്ങള് അപകടകാരിയായ മൃഗങ്ങളെ, അത് ആനയായിക്കോട്ടെ, കടുവയായിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, എന്തായാലും അപകടകാരായ മൃഗങ്ങളെ നിങ്ങൾ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി വേറെ അവിടെ കൊണ്ട് പാർപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിനുള്ളത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം, ജനങ്ങൾ കയ്യിലെടുക്കും. നിയമം ജനങ്ങൾ കയ്യിലെടുക്കും. ഞങ്ങൾക്കറിയാം ഷൂട്ടാൻ. കൂടി വന്ന് എന്താ ചെയ്യുന്ന അറിയാം. ഞങ്ങളുടെ ഏട്ടന്മാരും ഞങ്ങളുടെ അമ്മയും പെങ്ങന്മാരെയൊക്കെ ഇവിടെ വേദനിക്കുന്നത്. രാത്രി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നാൽ പേടിയാ സാറേ. 2 ദിവസം മുമ്പ് ഒരാൾക്കൊരു അസുഖം വന്നു, കൊണ്ടുപോകാൻ പേടിയാ. നോക്കുമ്പോ അങ്ങോട്ട് പോകുമ്പോ അവിടെ ആന, ഇവിടെ പോകുമ്പോ ഇവിടെ ആന. നാട്ടുകാർ വിളിച്ചു പറയാം ആന. റോഡിൽ പോയി കുറെ സമയം റോഡിൽ നിന്നു. ആനേനെ ഓണടിച്ച് തിരിച്ചു പോയി. ആന പോകുന്നില്ല, തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ ഉള്ള നാട്ടുവൈദ്യനെ കൊണ്ട് പച്ചമരുന്ന് കൊടുത്തിട്ട് നേരം വെളുക്കുന്നവരെ നിപ്പിച്ചു. എന്നിട്ടാ വിട്ടത്. എന്താ ചെയ്യുക എങ്ങനെയാണെങ്കിൽ? ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അറിയില്ലേ? ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയുന്നില്ലേ ഞങ്ങള്? നിങ്ങളൊന്ന് കാര്യം ശ്രദ്ധിക്കാൻ. ഇവർ എന്തുകൊണ്ട് ഇവർ മൈൻഡാക്കുന്നില്ല? ഇന്ന് എന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കുമ്പോൾ അവർ പറയാം വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന്. ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയാണ്. ഇതാണ് മനുഷ്യൻ, ഇത്ര വിലയാണ് ഇവർ കൽപ്പിക്കുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് ജനങ്ങള്, ഞങ്ങൾക്ക് ഇവിടെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വൈകുന്നേരം എന്നല്ല, ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി പേടിച്ചാൽ മതി. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 അവേഴ്സും ഇവിടെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റൂല. ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും ഒക്കെ ഏത് സമയത്താണ് ഞങ്ങൾ ആക്രമിക്കുന്നത് പറയാൻ പറ്റില്ല. വളരെ വേദനയോടെ പറഞ്ഞ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ പിറന്ന മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വയനാട്ടുകാർ കൃഷിയാണെങ്കിലോ കൃഷി ചെയ്യാനും കഴിയില്ല. എന്ത് കൃഷി ചെയ്താലും ആനയായിട്ടും പിന്നെ പന്നിയായിട്ടും മയിലായിട്ടും മൊയിലായിട്ടും ഒരു സാധനം കിട്ടൂല ഞങ്ങൾക്ക്. എങ്ങനെ ജീവിക്കുന്നത്? ഞങ്ങളൊക്കെ ഇവിടെ കാർഷിക മേഖലയിൽ ജീവിക്കുന്നവരാണ്. ഇഞ്ചി കൃഷി ചെയ്തതും മുളക് കൃഷി ചെയ്തിട്ടും കാപ്പി കൃഷി ചെയ്തതും നെല്ല് ഒക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. വല്ലാത്ത പ്രതിസന്ധിയാണ്.